എറണാകുളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി പ്രദേശവാസികൾ. സ്ഥലത്തെത്തിയ CPM നേതാവ് MV ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ നാട്ടുകാർ തടഞ്ഞു. പ്രതിഷേധത്തിൽ വനമന്ത്രി AK ശശീന്ദ്രൻ വിളിച്ച സർവകക്ഷി യോഗവും പരാജയപ്പെടുകയും ചെയ്തു. കാട്ടാന ആക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ട ആറളത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ എത്തിച്ചപ്പോഴായിരുന്നു പ്രതിഷേധം. ആംബുലൻസും നാട്ടുകാർ തടഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ പ്രതിഷേധക്കാർ കടത്തിവിട്ടില്ല. പോലീസ് ബലം പ്രയോഗിച്ച് ആംബുലൻസ് കടത്തിവിടാനുള്ള നീക്കം നടത്തിയെങ്കിലും പ്രതിഷേധം ശക്തമായതോടെ പിൻവാങ്ങി. സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ വനമന്ത്രി AK ശശീന്ദ്രന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശി. സർവകക്ഷി യോഗത്തിലും പ്രതിഷേധം ഉടലെടുത്തു. വനമന്ത്രി നേരിട്ടെത്തണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. ഇനി ഉറപ്പ് വേണ്ടെന്നും ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നും നാട്ടുകാർ നിലപാടെടുത്തു. ആനമതിൽ നിർമ്മാണം ഉൾപ്പെടെ പൂർത്തിയാക്കാത്തതിൽ യോഗത്തിൽ പ്രതിഷേധമുയർന്നു. കാട്ടാന ശല്യം ഒഴിവാക്കാൻ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ന്യൂസ് 18 കണ്ണൂർ. KV ബൈജു ചേരുന്ന വിവരങ്ങളുമായി. ബൈജു, ഏറ്റവും ഒടുവിൽ നിലവിലത്തെ സാഹചര്യം വളരെ ചുരുക്കത്തിൽ. എന്തോ ഈ വെള്ളയുടെയും അതുപോലെ തന്നെ ലീലയുടെയും വീടിന് 300 മീറ്റർ മാത്രം അകലെ ഇപ്പോൾ ആംബുലൻസ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. വലിയ പ്രതിഷേധമാണ് ഇപ്പോഴും ഉയരുന്നത്. അതായത് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സ്ഥലത്തെത്തണമെന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. നമുക്ക് ഇവിടെ എത്തി ഉറപ്പ് നൽകണമെന്ന് പറയുന്നു. എന്തായാലും സർവകക്ഷി യോഗത്തിൽ ഈ പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡ്രോൺ ഉൾപ്പെടെയുള്ള നിരീക്ഷണം ഉണ്ടാവും. അതുപോലെ തന്നെ പ്രത്യേക സംഘത്തെ നിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ടവരുടെ മക്കൾക്ക് ജോലി നൽകുന്ന കാര്യം ആലോചിക്കുമെന്നും ഈ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വനം വകുപ്പ് മന്ത്രി ഈ സ്ഥലത്തെത്താതെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്താൻ മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ഈ വീട്ടുകാർ ഈ മൃതദേഹം വിട്ടുതരണമെന്ന ഒരു ആവശ്യമായി മുന്നോട്ട് വന്നെങ്കിലും അത് ഒന്നും ഈ പ്രതിഷേധക്കാർ വകവെച്ചിട്ടില്ല. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ MV ജയരാജൻ ഉൾപ്പെടെയുള്ളവരെ ഈ പ്രദേശത്ത് എത്തുന്നതിൽ തടഞ്ഞു. ഈ സമീപത്തായി ഒരു സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായിരുന്നു. അവിടത്തേക്ക് പോകാനുള്ള ഫയർഫോഴ്സ് വരെ കടത്തിവിട്ടില്ല. അത്രത്തോളം വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. എന്തായാലും ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഈ ഒരു പ്രതിഷേധം രാത്രി വരെ നീളുമോ എന്നതാണ് ഇനി കാണേണ്ടത്. ഏതായാലും വനം വകുപ്പ് മന്ത്രി ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഈ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഈ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ വനം വകുപ്പ് മന്ത്രി അവിടെ എങ്ങനെ എത്തുമെന്ന കാര്യത്തിലും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. എൽദോ, ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ആറളത്ത് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ 27-ാം തീയതി വൈകിട്ട് 3:30 സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം. വനം വകുപ്പിന് പുറമെ ധനം, തദ്ദേശം, വൈദ്യുതി, റവന്യൂ, ആരോഗ്യം, ജലസേചനം തുടങ്ങിയ വകുപ്പുകളിലെ മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. ചീഫ് സെക്രട്ടറി, വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, സംസ്ഥാന പോലീസ് മേധാവി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി എന്നിവരും യോഗത്തിനെത്തും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഇതുവരെ സ്വീകരിച്ച നടപടികൾ യോഗം അവലോകനം ചെയ്യും.